ടിൽറ്റും ടെലിസ്കോപ്പിക്കും സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡിസൈൻ ചെയ്തത് ഈ ഒരു വാഹനത്തിന്. ഇത് ബേസ് മോഡലുള്ള അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും കൂടി ഉള്ളൊരു വണ്ടിയാണ് സ്കോഡ കൈലാക്ക്. ലോഞ്ച് ആവുന്ന സമയത്ത് സ്കോഡ എല്ലാവർക്കും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും സ്കോഡ അതൊരു ജർമ്മൻ കമ്പനിയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടെയുള്ളത് സ്കോഡ കൈലാക്കാണ്. ഏറ്റവും പുതിയ കൈലാക്കാണ് നമ്മളെ കൂടെ ഉള്ളത്. ഇത് സ്റ്റാൻഡേർഡ് ഫീച്ചർ, ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു കൈലാക്കിൽ വരുന്നുണ്ട്. ബേസ് മോഡൽ മുതൽ ഒരു അടിപൊളി ഫീച്ചേഴ്സ് ഒരു മോഡൽ വേണ്ടി കൈലാക്കുന്നുണ്ട്. ഒരു ഓട്ടോ എൻതൂസിയസ്റ്റിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പെർഫോമൻസ് എന്നുള്ളത്. അതും ഈ വണ്ടിയിൽ അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ് ഈ വണ്ടി. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് ജസ്റ്റ് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും പുതിയവിടേക്ക് സ്വാഗതം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ സ്കോഡ കൈലാക്ക് എന്ന് പറഞ്ഞ വാഹനം. ഒരു വാഹനം ലോഞ്ച് ആവുന്ന സമയത്ത് സ്കോഡ എല്ലാവർക്കും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒരുപാട് നല്ല പേര് സജസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ കേരളത്തിൽ കാസർഗോഡുള്ള ജില്ലയിലെ ഒരാൾക്കായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ പേര് ചൂസ് ചെയ്ത് കിട്ടിയത്, സ്കോഡ കൈലാക്ക് എന്ന വാഹനം. എന്നിട്ട് അത് ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഫസ്റ്റ് ഡെലിവറി ആ ആൾക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയും നല്ലൊരു മോഡലായിരുന്നു. ഇത് ബേസ് മോഡലുള്ള അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും കൂടി ഉള്ളൊരു വണ്ടിയാണ് സ്കോഡ കൈലാക്ക് എന്ന് പറയുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലും സ്കോഡ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രിൽ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. ഒരു ബട്ടർഫ്ലൈ ഗ്രിൽ എന്ന് വിളിക്കപ്പെട്ട രീതിയിലാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് ഇതിൻ്റെ ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തത്. സ്കോഡ വലിയ ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേരെ സൈഡിലോട്ട് വരുമ്പോൾ ഇതാണ് ഇതിനൊരു ഹെഡ് ലാമ്പ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽ മുതൽ പ്രൊജക്ട് ലാംപ്സ് ആണ്, ബേസ് മോഡൽ ഹാലജൻ ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 10 ഇൻഡിക്കേറ്റർ DRL ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു പ്രീമിയം കാറിൽ കാണുന്ന ഒരു എലമെൻ്റാണ്. അതിലൊക്കെ BMW കാണുന്ന രീതിയിലാണ് ഒരു എലമെൻ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഹെഡ് ലാമ്പ് ഡിസൈൻ ചെയ്തത്. നേരെ താഴെ ഒരു ഗൺമെറ്റൽ ഫിനിഷിൽ ബമ്പർ യൂണിറ്റും കാണാൻ സാധിക്കും. അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. നമ്മുടെ ബോണ്ടിലേക്ക് നമുക്ക് ധാരാളം ക്യാരക്ടർ ലൈൻസ് കാണാൻ സാധിക്കും. ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ലൈൻസ്, ഒരു ബോൾഡ് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തത് ഈ ഒരു വാഹനത്തിന്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്നത് ആ ഒരു അലോയ് വീൽസ് ആണ്. ഒരു 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തത്. ഡുവൽ ടോൺ കളറാണ് അലോയ് വീൽ വന്നിട്ടുള്ളത്. ബേസ് മോഡൽ മാത്രം സ്റ്റീൽ വീൽസ് ലഭിക്കുന്നത്, എല്ലാത്തിലും അലോയ് വീൽ ലഭിക്കുന്നത്. ഇനി നേരെ താഴത്തെ വേരിയൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ 16 ഇഞ്ച് വീലായിരിക്കും നമുക്കത് ലഭിക്കുന്നത്. വീൽ ആർച്ചസ് കൊടുത്തത് ഒരു SUV ക്ലാഡിങ് ഫീൽ രൂപത്തിലാണ് ഒരു വീൽ ആർച്ചസ് കൊടുത്തുള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് ഡോർ പാഡിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്ലാഡിങ് പോലെ ഇരിക്കും. അത് നല്ലൊരു അട്രാക്ഷൻ ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തത്. അത് മാത്രമല്ല ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ സ്കോഡയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന രീതിയിലാണ് ഒരു എലമെൻറ്റ്സ് കാറിലൊക്കെ ഡിസൈൻ ചെയ്തത്. ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്, ഒരു സെൻസറിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോം പ്ലേറ്റ് കൊടുത്ത കാരണം ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തത്. റൂഫ് ലെയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ പാൻ സൺ റൂഫും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ വന്നത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ആണെങ്കിൽ ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിലും ഒരു വീൽ ആർച്ചസ് കാര്യങ്ങളും കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ സൈഡ് പ്രൊഫൈൽ അതെ. നേരെ ബാക്ക് പ്രൊഫൈലോട്ട് വരുമ്പോൾ അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ബാക്ക് പ്രൊഫൈൽ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം ഒരു ടൈലാംസ് ആണ്. ഒരു C ഷേപ്പ്ഡ് ടൈലാംസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഒരു LED യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് സ്കോഡ ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു എലമെൻറ്റ്സ് കാര്യങ്ങളാണ് ഈ ഒരു കൊടുത്തിട്ടുള്ളത്. കൈലാക്കിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ഷൻ യൂണിറ്റ് കാണാൻ സാധിക്കും. അതുപോലെ സ്കോഡിന് വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ട് ആ ഒരു പാറ്റേണൊക്കെ നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്രീവോ വൈപ്പേഴ്സ് അടച്ചേക്കും, ഡിഫോഗർ ലൈൻസ്, ഹൈമോഡ് സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിന എല്ലാം അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ ഓവറോൾ ഇതാണ് ഇതിനൊരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 446 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. അത്യാവശ്യം വലിയൊരു ബൂട്ട് കപ്പാസിറ്റി ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ 2 സൈഡിലും ഹുക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു 3 kg വരെ തൂക്കി വെക്കേണ്ട ഒരു ഹുക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാർസൽ ട്രേ കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഇവിടെ ഒരു ലോക്ക് ഉണ്ടോ, അതെന്താ വെച്ചാൽ ഒരു പാർസൽ ട്രേ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഊരി വെച്ചിട്ട് ഇവിടെ തന്നെ നമുക്ക് വെക്കാൻ സാധിക്കും. അതാണ് ഇവിടേക്ക് ഒരു എഡ്ജ് കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പാർസൽ ട്രേ തൂക്കി വെക്കാനുള്ള കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരാണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ആ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊരു സേഫ്റ്റിയുടെ ഒരു സൗണ്ട് ഫീൽ നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഒരു ക്യൂട്ട്നെസ്സോടെയാണ് ഒരു കൈലാക്ക് പറഞ്ഞ മോഡൽ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നത്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. എർക്കോ സെൻസർ കാണാൻ സാധിക്കും. നമ്മൾ ഇന്റീരിയറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങൾ ഡിസൈൻ. ഇന്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഡോർ പാഡ് തുടങ്ങാം. പവർ വിൻഡോ കൺട്രോൾസ് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡോർ ഹാൻഡിൽ ശ്രദ്ധിച്ചു, ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ ഡിസൈൻ ചെയ്തത്. നമ്മൾ ഇന്നേ വരെ ഇന്ത്യൻ മാർക്കറ്റിൽ കാണാത്ത രീതിയിൽ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് പുതിയൊരു കൈലാക്ക് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നത്. കണ്ടോ,
അത്യാവശ്യം ഒരു ക്യൂട്ട്നെസ്സോടെയാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്തത്. ഒരു ഫ്രണ്ടിൽ പറഞ്ഞ എലമെൻറ്റ്സ് ഇവിടെയും കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു ടച്ചപ്പ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ക്രിസ്റ്റൽ രൂപത്തിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ രാത്രി കാര്യങ്ങൾ ഡോർ തുറന്നു നോക്കുകയാണെങ്കിൽ ബാക്കിൽ വരെ വണ്ടികൾക്ക് റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യൂണിറ്റ് കൊടുത്തത്. ഒരു റെഡ് റിഫ്ലക്ഷൻ യൂണിറ്റാണ് അവിടെ കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കൺട്രോൾ ചെയ്യുന്ന സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നത്. അത് ഫ്രണ്ടിലത്തെ 2 സൈഡിലും ഡ്രൈവർ സൈഡും പാസഞ്ചറിലും വന്നിട്ടുണ്ട്. വെന്റിലേറ്റർ സീറ്റും കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ തികച്ചും വേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വെന്റിലേറ്റർ സീറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു വെയിലും ചൂട് കൽപ്പിക്കുന്ന ഈ ഒരു കാലത്ത് നല്ലൊരു ഫീച്ചർ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന കാര്യമാണ് ഒരു വെന്റിലേറ്റഡ് സീറ്റ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും സ്കോഡയുടെ ഐഡന്റിറ്റി തോന്നിക്കുന്ന രീതിയിലാണ് ഇതിലൊരു ഇന്റീരിയർ ഡിസൈൻ. നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഒരു ക്യൂട്ട്നെസ്സോടെയാണ് ഇത് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആരായാലും ഒന്ന് കൊതിച്ചു പോകുന്ന ഡിസൈനാണ് ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ കൊടുത്തത്. പേഴ്സണലി ഒരു സ്റ്റിയറിംഗ് വീല് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. അത് മാത്രമല്ല സ്കോഡയുടെ വാഹനം ഡ്രൈവ് ചെയ്തവർക്ക് മനസ്സിലായിരിക്കും ഇതിൻ്റെ ഒരു ഗ്രിപ്പും അതുപോലെ തന്നെ ഒരു ഹാൻഡ്ലിങ്ങും സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു കംഫർട്ട് നമുക്ക് യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും. ഒരു സ്കോഡയുടെ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു പെർഫോമൻസ്. സ്റ്റിയറിംഗ് നമ്മൾ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലസ്റ്റർ കൺട്രോൾ ബട്ടൺസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തില്ല. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ക്ലസ്റ്റർ കണ്ടോ, ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. RPM ഗേജ് മാത്രമാണ് ഇത്. RPM ഗേജ് പ്ലസ് സ്പീഡോമീറ്റർ ഇവിടെ കൊടുത്തുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ RPM ഗേജ് മാത്രമാവും. ഈ RPM ഗേജ് ഈ കാല് കൊടുമ്പോൾ കയറി വരുമ്പോൾ നമ്മൾ റോട്ടിൻസിൻ്റെ ഒരു ഹരം കയറിയ രീതിയിലാണ് ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഇത് സ്പീഡോമീറ്റർ മാത്രമായിട്ട് ഇത് സ്പീഡോമീറ്റർ പ്ലസ് RPM ഗേജിൽ കൊടുത്തില്ല. കണ്ടോ RPM കയറിയത്. സ്റ്റിയറിംഗ് ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തില്ല. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് കൺട്രോൾസ് വൈപ്പർ കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സ് വൈപ്പർ കൺട്രോൾ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 2 സ്പോക്കേ കാരണം ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ. പിന്നെ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും പോയിട്ട് അതുപോലെ ഒരു ബ്ലാക്ക് ഫിനിഷും മിക്സഡ് ആയിട്ടാണ് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത്. ടിൽറ്റും ടെലസ്കോപ്പിക്കും സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് നല്ലൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത പ്രാവശ്യം ഓരോരുത്തരുടെ ഡ്രൈവിംഗ് പൊസിഷനിൽ നമുക്ക് കംഫർട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഹെഡ് ലാമ്പ് ഓണും ഓഫ് കൊടുത്തത്. ഒരു ജർമ്മൻ ടെക്നോളജി കാരണം ഇവിടെയാണ് കൊടുത്തുള്ളത്. പിന്നെ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെവർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ് പ്ലേസ് ചെയ്തത്. നമ്മൾ നേരെ സെൻട്രൽ കൺസോൾ ഇൻഫോടൈം സിസ്റ്റം വയർലെസ് കണക്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ആപ്പിൾ ക്രാപ്ലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റെസ്പോൺസീവായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ക്യാമറയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണും തന്നെ. താഴെ AC വെന്റുകൾ കൊടുത്തത്. അതിന് ചുറ്റും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും പോയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു എലമെൻറ്റ് കാണുമ്പോൾ തന്നെ. ഇവിടെ AC വെന്റിലേറ്റഡ് സീറ്റിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പ് ഓട്ടോ ഐൽഡ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ലോക്ക് ചെയ്യണ ബട്ടണോട് കൊടുത്തത്. പിന്നെ AC കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ സ്വൈപ്പിംഗ് ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വയർലെസ് ചാർജിങ് പോർട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഫോൺ വയർലെസ്ലി ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ 12 ചാർജിങ് സോക്കറ്റും ആണ്. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. അതിൽ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് റെസ്റ്റ് അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി കംഫർട്ടിൽ യാത്ര ചെയ്യാൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പകർന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത്. അത് മാത്രമല്ല ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ ധാരാളം എലമെൻറ്റ്സ് ഉണ്ട്. ടച്ചബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്കോഡയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സ് അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. സൺറൈസ് ചെറിയ ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ലാമ്പ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ലാമ്പ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സിംഗിൾ പാൻ സൺറൂഫ്. ശരിക്കും ഇങ്ങനത്തെ കുറച്ച് ഫീച്ചറിലുകൊണ്ട് ഒരു ചിൽ മൂഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അത്രയും ഓപ്പൺ ആവുള്ളൂ. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചറിന് മിറർ വന്നിട്ടുണ്ട്. നല്ല വെയിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ സെക്കൻഡ് റോ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം. പിന്നെ നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല ലെഗ് റൂമുള്ളൊരു സെക്കൻഡ് റോ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെഗ് റൂം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. നേരെ സെക്കൻഡ് റോ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ കണ്ടോ ആ ഒരു
ഡോർ ഹാൻഡിൽ ശരിക്കും ഒരു ക്യൂട്ട്നെസ് ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ ഒരു ഗ്രിപ്പ് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ എലമെൻറ്റിങ് സ്കോഡയിലെ ഐഡൻറ്റിറ്റി ആണ്, നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും ഒരു എലമെൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും, എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്ര ലെഗ് റൂമാണ് നിങ്ങൾ കണ്ടോണ്ട്, ഇത്രയും ലെഗ് റൂം ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ സീറ്റ് ഇട്ടില്ല എൻ്റെ പൊസിഷനിൽ, എന്നിട്ട് നമുക്ക് അത്യാവശ്യം ലെഗ് റൂമിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, 2 AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സീപോർട്ട് യൂണിറ്റും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഹാൻഡ് റെസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല സ്കോഡയുടെ ഒരു വാഹനത്തിന് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ നമുക്ക് വെക്കാൻ ഹോൾഡറും സ്കോഡ് തരുന്നുണ്ട്. നമുക്ക് 2 സീറ്റിൽ നമുക്ക് ഫോൺ വെക്കാനുള്ള ഹോൾഡറും നമുക്ക് തരുന്നുണ്ട്. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു എലമെൻറ്റ്. പിന്നെ റേഡിയൽ ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡോർ ഓപ്പൺ ആയ കാരണമാണ് ലാമ്പ് കത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 1 ലിറ്റർ TSI എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. 3 സിലിണ്ടർ, ഏകദേശം 114 bhp പവറും 178 Nm ടോർക്കാണ് ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫിക്കസ് ഒരു എഞ്ചിന് കൂടിയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫുള്ളൊരു പാക്ക്ഡ് എഞ്ചിൻ കേട്ടോ, ഫുള്ളൊരു ക്യൂട്ട്നെസ്സോടെയാണ് ഒരു ബോണറ്റ് ക്യാരക്ടർ നിൽക്കുന്നത്. ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെടും, അത്യാവശ്യം നല്ലൊരു പെർഫിക്കസ് ഈ വാഹനം ലഭിക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയ്ക്കുള്ള സ്കോഡ കൈലാക്കിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സിൽ ഓടിക്കണം. അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഫാമിലിയോട് ജോയിൻ ചെയ്യാം. അവിടുത്തെ വരുന്നവരെ ചെറിയൊരു ബ്രേക്ക്.